ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റാണ് കൊഹിഷൻ ആൻഡ് കപ്ലിംഗ്. അതിൻ്റെ മുന്നേ നമുക്ക് മോഡുലറൈസേഷൻ പറയേണ്ടതുണ്ട്, എന്നിട്ട് നമുക്ക് കൊഹിഷനിലേക്ക് മൂവ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് മോഡുലറൈസേഷൻ? ഇറ്റ് ഈസ് എ ടെക്നിക് ടു ഡിവൈഡ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം ഇൻ ടു മൾട്ടിപ്പിൾ ഡിസ്ക്രീറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് മൊഡ്യൂൾസ്. നമ്മുടെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കുറേ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? മോഡുലറൈസേഷൻ എന്ന് പറയുക. നമ്മൾ മുന്നേ പറഞ്ഞു, ഓരോ മൊഡ്യൂൾസ് ആയിട്ടാണ് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ബി കേപ്പബിൾ ഓഫ് ക്യാരിങ് ഔട്ട് ടാസ്ക് ഇൻഡിപെൻഡൻ്റ്ലി. അപ്പോൾ എന്ത് ചെയ്യാം, ഓരോ മൊഡ്യൂൾസിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിൻ്റെ ടാസ്കുകൾ പെർഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ദീസ് മൊഡ്യൂൾസ് മേ വർക്ക് ആസ് ബേസിക് കൺസ്ട്രക്ട്സ് ഓഫ് ദ എൻറ്റയർ സോഫ്റ്റ്വെയർ. ഈ ഓരോ മൊഡ്യൂൾസുമാണ്, അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളുടെ എൻറ്റയർ സോഫ്റ്റ്വെയറിൻ്റെ ബേസിക് കൺസ്ട്രക്ട്സ് ഫോം ചെയ്യുന്നത്. ഡിസൈനേഴ്സ് ടെൻ ടു ഡിസൈൻ മൊഡ്യൂൾസ് സച്ച് ദാറ്റ് ദേ ക്യാൻ ബി എക്സിക്യൂട്ടഡ് കമ്പൈൽഡ് സെപ്പറേറ്റ്ലി ആൻഡ് ഇൻഡിപെൻഡൻ്റ്ലി. ഡിസൈനേഴ്സ് എന്ത് ചെയ്യും, മൊഡ്യൂൾസ് ആക്കിയിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ മൊഡ്യൂൾസും സെപ്പറേറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും കമ്പൈൽ ചെയ്യാനും ഒക്കെ പോസിബിളാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ കമ്പൈൽ ചെയ്യാനും പോസിബിളാണ്. മോഡുലാർ ഡിസൈൻ അൺഇൻറ്റൻഷനലി follows the rule of divide and conquer technique, problem solving strategy. This is because there are many other benefit attached with the modular design of the software. നമ്മൾ ഈ പറഞ്ഞ മോഡുലാർ ഡിസൈൻ അല്ലെങ്കിൽ മോഡുലറൈസേഷന് നമ്മൾ അൺഇൻറ്റൻഷനലി ചില പ്രത്യേകതകളുണ്ട്. അതായത് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാകും, സോർട്ടിങ്ങിനകത്തും പല ടെക്നിക്കൽ ഡാറ്റ സ്ട്രക്ചറിനകത്തും പഠിച്ചിട്ടുണ്ടാകും. സോ ഈ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് നമ്മൾ പ്രതീക്ഷിക്കാതെ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി ആയിട്ട് നമ്മളുടെ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക്, അതായത് നമ്മൾ ഇൻറ്റൻഷനലി ചെയ്യുന്നതല്ല, അതങ്ങനെ വരുന്നതാണ്. നമ്മൾ ആ മോഡുലൈസേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗെയിൻ ചെയ്യുന്നൊരു കഴിവാണത് കേട്ടോ. ഇതിന് ഒരുപാട് ബെനിഫിറ്റുകൾ മോഡുലൈസേഷൻ ഉണ്ട്. ഈ ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് നിങ്ങൾക്ക് അറിയില്ല, പ്രോബ്ലം സോൾവിങ്ങിനുള്ള ഒരു മെത്തേഡാണ്. ഒരു വലിയൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇത് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെക്ഷനാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഹൈ ലെവലിലേക്ക് എത്തുമ്പോൾ അത് മൊത്തത്തിലൊരു കംപ്ലീറ്റ് അബ്സ്ട്രാക്ഷൻ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷനിൽ അതൊരു സൊല്യൂഷനായിട്ട് മാറും. അതാണ് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾ മുന്നേ പറഞ്ഞല്ലോ, സോർട്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ലോ ലെവലിൽ ഇങ്ങനെ സോൾവ് ചെയ്താണ് മേലേക്ക് കൊണ്ടുവരിക കേട്ടോ. ഇനി നമ്മളുടെ മോഡുലറൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മോളർ കമ്പോണൻറ്റ്സ് ആർ ഈസിയർ ടു മെയിൻറ്റെയിൻ. സ്മോളർ കമ്പോണൻറ്റ്സിനൊക്കെ നമുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്, കാരണം ഓരോ മൊഡ്യൂൾസ് ആക്കിയിട്ടല്ലേ ചെയ്യുന്നത്. സോ ഈസിയർ ടു മെയിൻറ്റെയിൻ. പ്രോഗ്രാം ക്യാൻ ബി ഡിവൈഡഡ് ബേസ്ഡ് ഓൺ ദ ഫംഗ്ഷണൽ ആസ്പെക്ട്സ്. പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫംഗ്ഷണൽ ആസ്പെക്ട്സിൽ ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഡിസൈഡ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ക്യാൻ ബി ബ്രൗട്ട് ഇൻ ദ പ്രോഗ്രാം. അതേപോലെ തന്നെ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ഏറ്റവും ബെസ്റ്റായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതായത് കോംപ്ലിക്കേഷനിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല. ഓരോ മൊഡ്യൂൾസും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈനൽ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിലേക്ക് വരാൻ പറ്റും. സോ കോംപ്ലിക്കേഷൻസ് പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. പിന്നെ കമ്പോണൻറ്റ്സ് വിത്ത് ഹൈ കൊഹിഷൻ ക്യാൻ ബി റീയൂസ്ഡ് അഗെയിൻ. അതേപോലെ തന്നെ ഹൈ കൊഹിഷൻ നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് റീയൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ്. അതായത് അതിനുള്ള ചാൻസ് നമുക്ക് കൂടുതലാണ്. അതും ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. കൊഹിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് കേട്ടോ. കൺകറൻറ്റ് എക്സിക്യൂഷൻ ക്യാൻ ബി മെയ്ഡ് പോസിബിൾ. അതേപോലെ തന്നെ ഓരോ മൊഡ്യൂൾസും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ കൺകറൻറ്റ് എക്സിക്യൂഷൻ നമുക്ക് പോസിബിളാണ്. പിന്നെ ഡിസൈഡ് ഫ്രം സെക്യൂരിറ്റി ആസ്പെക്റ്റിൽ നോക്കുമ്പോഴും ഏറ്റവും ബെസ്റ്റായ രീതിയാണ് ഈ പറഞ്ഞ മോഡുലറൈസേഷൻ അല്ലെങ്കിൽ ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മുടെ കൊഹിഷനിലേക്ക് കടക്കുന്നത്. 7 ടൈപ്പ് ഓഫ് കൊഹിഷൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് കൊഹിഷൻ എന്ന് നോക്കാം. Cohesion is a measure that defines the degree of interdependability within elements of a module. ഒരു മൊഡ്യൂളിനകത്ത്, അതായത് ഒരുപാട് മൊഡ്യൂളുകൾ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനകത്ത് ഉണ്ടായിരിക്കും. അതിനകത്ത് ഒരു മൊഡ്യൂളിൻ്റെ എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ആ ഇൻട്രാഡിപ്പെൻഡബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, കൊഹിഷൻ എന്ന് പറയാം. അപ്പോൾ ഇൻട്രാഡിപ്പെൻഡബിലിറ്റി കൂടുന്നതിനനുസരിച്ച്, അതായത് കൊഹിഷൻ കൂടുന്നതിനനുസരിച്ച് പ്രോഗ്രാം ഏറ്റവും ബെസ്റ്റായിട്ട് മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മൊഡ്യൂൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ മാക്സിമം കൊഹിഷൻ വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രോഗ്രാം ഡിസൈനായിട്ട് അത് മാറും. 7 ടൈപ്സ് ഓഫ് കൊഹിഷൻസ് പോസിബിളാണ്. അപ്പോൾ നമുക്ക് 7 രീതിയിൽ കൊഹിഷൻസ് കൊണ്ടുവരാം. ഒന്ന് എന്ന് പറഞ്ഞാൽ കോഇൻസിഡൻ്റൽ കൊഹിഷനാണ്. അത് സത്യം പറഞ്ഞാൽ അത്ര ഒരു വെൽ പ്ലാൻഡോ അല്ലെങ്കിൽ സക്സസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു കൊഹിഷൻ അല്ല, സപ്പോർട്ട് ചെയ്യുന്ന അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കൊഹിഷൻ മെത്തേഡ് അല്ല അത്. പക്ഷേ ഫസ്റ്റ് ടൈപ്പ് അതാണ് കോഇൻസിഡൻ്റൽ കൊഹിഷൻ. ഇറ്റ് ഈസ് അൺപ്ലാൻഡ് ആൻഡ് റാൻഡം കൊഹിഷൻ. ഇതൊരു അൺപ്ലാൻഡ് ആയിട്ട് ടൈപ്പ് ഓഫ് കൊഹിഷനാണ്. അതായത് നമ്മൾ ആ ഇൻട്രാഡിപ്പെൻഡബിലിറ്റി നമ്മൾ പ്ലാൻ ചെയ്യുന്നതോ എക്സ്പെക്ട് ചെയ്യുന്നതോ അല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അൺപ്ലാൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന മൊഡ്യൂൾസിൽ നിന്ന് ചേഞ്ച് ആയിക്കൊണ്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മളൊരു സെറ്റ് ഓഫ് പ്രോഗ്രാമാക്കി സെറ്റ് ചെയ്ത ടീമിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, സ്മോളർ മൊഡ്യൂൾസ് ആക്കിയിട്ട് മോഡുലൈസേഷന് വേണ്ടിയിട്ട് സ്മോളർ മൊഡ്യൂൾസ് ആക്കിയിട്ട് പിന്നീട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അതൊരിക്കലും അൺപ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അത് പിന്നീട് സക്സസ് ആവണമെന്നില്ല. സോ അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. അതുകൊണ്ട് ആരും അത് ഫോളോ ചെയ്യുന്നില്ല കേട്ടോ, കോഇൻസിഡൻ്റൽ കൊഹിഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ലോജിക്കൽ കൊഹിഷൻ എന്ന് പറയുന്നത്. വെൻ ലോജിക്കലി കാറ്റഗറൈസ്ഡ് എലമെൻറ്റ്സ് ആർ പുട്ട് ടുഗദർ ഇൻ ടു എ മൊഡ്യൂൾ. ലോജിക്കലി കാറ്റഗറൈസ് ചെയ്തുകൊണ്ട്, എലമെൻറ്റ്സിനെ ലോജിക്കലി കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ
അതിനൊക്കെ ഒരു മൊഡ്യൂളാക്കി മാറ്റുകയാണെങ്കിൽ അതിനെയാണ് ലോജിക്കൽ കൊഹിഷൻ എന്ന് പറയുക. അപ്പോൾ ഓരോ കൺസെപ്റ്റുകളുടെയും ലോജിക്കൽ ലെവൽ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യുക, മൊഡ്യൂൾസ് ആക്കി ഡിവൈഡ് ചെയ്യുക. അതാണ് ലോജിക്കൽ കൊഹിഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ടെമ്പറൽ കൊഹിഷനാണ്. When elements of module are co-organized such that they are processed at a similar point in time. അതായത് ചില എലിമെൻസുകളൊക്കെ സിമിലർ പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്, സിമിലർ പോയിന്റ് ഓഫ് ടൈമിലാണ് പ്രോസസ്സ് ചെയ്യുന്നത്. സോ അത്തരം എലിമെൻറ്റുകളെയൊക്കെ പിടിച്ചിട്ട് മൊഡ്യൂളാക്കി കൊണ്ടുവരുന്നതിനെയാണ് ടെമ്പറൽ കൊഹിഷൻ എന്ന് പറയുക. അതായത് സെയിം ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നവരൊക്കെ ഒരു മൊഡ്യൂൾ, നെക്സ്റ്റ് ടൈം ഇൻ്റർവെൽ എക്സിക്യൂട്ട് ചെയ്യുന്നവർ നെക്സ്റ്റ് മൊഡ്യൂൾ, അങ്ങനത്തെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർ ഡിപ്പെൻഡബിലിറ്റി കണ്ട് മൊഡ്യൂളൈസേഷൻ ചെയ്യാൻ പറ്റും. അതിനെയാണ് ടെമ്പറൽ കൊഹിഷൻ എന്ന് പറയുക. പിന്നെ വരുന്നത് പ്രൊസീജിയറൽ കൊഹിഷൻ ആണ്. വെൻ എലമെൻറ്റ്സ് ഓഫ് മൊഡ്യൂൾ ആർ ഗ്രൂപ്പ് ടുഗദർ വിച്ച് ആർ എക്സിക്യൂട്ടഡ് സീക്വൻഷ്യലി ഇൻ ഓർഡർ ടു പെർഫോം എ ടാസ്ക്. ഒരു ടാസ്ക് പെർഫോം ചെയ്യുമ്പോൾ കുറേ എലമെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ സീക്വൻഷ്യലി ചില എലമെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ടായിരിക്കും ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യുക. സോ ആ ടാസ്ക് പെർഫോം ചെയ്യുന്ന സീക്വൻഷ്യലി എക്സിക്യൂട്ട് ചെയ്യുന്ന എലമെൻറ്റ്സിനൊക്കെ പിടിച്ച് മൊഡ്യൂൾസ് ആക്കുന്നതിനെയാണ് പ്രൊസീജിയർ കൊഹിഷൻ എന്ന് പറയുക. പിന്നെ ഉണ്ട് കമ്മ്യൂണിക്കേഷണൽ കൊഹിഷൻ. കമ്മ്യൂണിക്കേഷണൽ കൊഹിഷൻ എന്ന് പറഞ്ഞാൽ വെൻ എലമെൻറ്റ്സ് ഓഫ് മൊഡ്യൂൾ ആർ ഗ്രൂപ്പ് ടുഗദർ വിച്ച് ആർ എക്സിക്യൂട്ടഡ് സീക്വൻഷ്യലി ആൻഡ് വർക്ക് ഓൺ സെയിം ഡാറ്റ. ഇതെന്ന് പറഞ്ഞാൽ സെയിം ഡാറ്റമ്മ സീക്വൻഷ്യലി എക്സിക്യൂട്ട് ചെയ്യുന്ന എലമെൻറ്റ്സ്. മറ്റേതാണ് സെയിം ഡാറ്റ എന്നൊന്നും പറയുന്നില്ല, സീക്വൻഷ്യൽ എലമെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ടാസ്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാൻ വേണ്ടി, പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി സീക്വൻഷ്യലി എക്സിക്യൂട്ട് ചെയ്യുന്ന എലമെൻറ്റ്സിനെയാണ് പ്രൊസീജിയറൽ കൊഹിഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ, മറ്റേത് സെയിം ഇൻഫോർമേഷന്മേൽ അല്ലെങ്കിൽ സെയിം ഡാറ്റയിൽ സീക്വൻഷ്യലി എക്സിക്യൂട്ട് ചെയ്യുന്ന എലമെൻറ്റ്സിനെ പിടിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ കൊഹിഷൻ എന്ന് പറയുക. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ ടീമിനെ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്തില്ല എങ്കിൽ ആ ഡാറ്റ വേറൊരു മൊഡ്യൂളുള്ള ഒരാൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അത് പല ടൈമിൽ പല രീതിയിലായി മാറും. പകരം അവരെല്ലാം കൂടി ഒറ്റ മൊഡ്യൂളാക്കി ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും ബെസ്റ്റായ രീതിയിലുള്ള പ്രോഗ്രാമിംഗ് ഡിസൈൻ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ സെയിം ഡാറ്റയിൽ സീക്വൻഷ്യലി എക്സിക്യൂട്ട് ചെയ്യുന്ന എലമെൻറ്റ്സിനെ പിടിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക, കമ്മ്യൂണിക്കേഷണൽ കൊഹിഷൻ എന്ന് പറയുക. ഓക്കെ, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനിയൊരു ടൈപ്പും കൂടെ ഉണ്ട്, അത് സീക്വൻഷ്യൽ കൊഹിഷൻ. When elements of module are grouped because the output of one element serve as input of another. അതാണ് സീക്വൻഷ്യൽ കൊഹിഷൻ എന്ന് പറഞ്ഞാൽ. അതായത് കുറേ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വേറൊരു എലമെൻറ്റിൻ്റെ ഇൻപുട്ട് ആണെങ്കിൽ അവരെ പിടിച്ചിട്ട് എന്ത് ചെയ്യണം, ഗ്രൂപ്പ് ചെയ്യാം. സോ അത്തരം രീതിയിലുള്ള മോഡുലൈസേഷൻ കൊണ്ടുവരുന്നതിനെയാണ് സീക്വൻഷ്യൽ കൊഹിഷൻ എന്ന് പറയുക. പിന്നെ വരുന്നതാണ് ഫങ്ഷണൽ കൊഹിഷൻ. ഇതാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് കൊഹിഷൻ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കൊഹിഷനാണ് ഫങ്ഷണൽ കൊഹിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് കൊഹിഷൻ. ഇതിനെ നമ്മൾ പറയുന്നത് ഹയസ്റ്റ് ഡിഗ്രി ഓഫ് കൊഹിഷൻ എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി എക്സ്പെക്റ്റഡ്. നമ്മൾ ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കൊഹിഷൻ ആണ്. എലമെൻറ്റ്സ് ഓഫ് മൊഡ്യൂൾ ഇൻ ഫങ്ഷണൽ കൊഹിഷൻ ആർ ഗ്രൂപ്പ്ഡ് ബിക്കോസ് ദേ ഓൾ കോൺട്രിബ്യൂട്ട് ടു എ സിംഗിൾ വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ. സോ ഇത്തരം എലമെൻറ്റ്സിനെ ഫങ്ഷണൽ കൊഹിഷനിൽ നമ്മൾ കൊണ്ടുവരേണ്ട എലമെൻറ്റ്സിനെയൊക്കെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ അവരെല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതായത് കുറേ എലമെൻറ്റ്സ് ഉണ്ട്, അതെല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്യുമെങ്കിൽ അത്തരം കൊഹിഷനാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൊഹിഷൻ, അതായത് ഫങ്ഷണൽ കൊഹിഷൻ. ഇറ്റ് ഈസ് ക്യാൻ ഓൾസോ ബി റീയൂസ്ഡ്. അത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പ്രോഗ്രാമിങ്ങിലൊക്കെ പഠിക്കുന്ന അധികം ഇത്തരം ഫങ്ഷണൽ കൊഹിഷനാണ്, അതായത് ഫങ്ഷൻ ലെവലിൽ. സോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കൊഹിഷൻ എന്ന് പറയുന്നത് ഫങ്ഷണൽ കൊഹിഷനാണ്. കാരണം നമ്മൾ സാധാരണ ഇപ്പോൾ സി പ്രോഗ്രാം, ജാവ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ, അതേപോലെ നമ്മൾ ഫാക്ടോറിയൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാറില്ലായിരുന്നു, അതിനകത്തൊക്കെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആ ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യാൻ കാരണം അങ്ങനെ പോസിബിലിറ്റീസ് വരുന്നത് എങ്ങനെയാണ്, അത് ആ ഫയൽ പറയുന്ന കൺസെപ്റ്റുകൾ എലമെൻറ്റ്സ് ഒക്കെ കൂടി കഴിഞ്ഞാൽ ഒരു വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഡെവലപ്പായി വരികയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പിന്നെ റീയൂസ് ചെയ്യാനും പോസിബിളാണ്. സോ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈപ്പ് ഓഫ് കൊഹിഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്ന കൺസെപ്റ്റാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. എന്താണ് കപ്ലിംഗ് എന്ന് നോക്കാം. Coupling is a measure that defines the level of interdependability among modules of a program. മറ്റേത് ഇൻട്രാഡിപ്പെൻഡബിലിറ്റി ആയിരുന്നു, അത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡായിരുന്നു. ഇവിടെ ഇൻ്റർഡിപ്പെൻഡബിലിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. ഇൻ്റർഡിപ്പെൻഡബിലിറ്റി എമംഗ് മൊഡ്യൂൾസുകളുടെ ഇടയിൽ വരുന്ന ഇൻ്റർഡിപ്പെൻഡബിലിറ്റി ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് മച്ച് ഗുഡ്. It tells at what level the modules interfere and interact with each other. ഏത് ലെവലിലാണ് മൊഡ്യൂൾസ് ഇൻ്റർഫിയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, അപ്പോൾ ഇൻറ്ററാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർഫിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് മെത്തേഡ് അല്ല. ദ ലോവർ ദ കപ്ലിംഗ് ദ ബെറ്റർ ദ പ്രോഗ്രാം. അപ്പോൾ കപ്ലിംഗ് ലോവർ ആവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ പ്രോഗ്രാം അതിനനുസരിച്ച് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. സോ കപ്ലിംഗ് എന്ത് ചെയ്യുക, മാക്സിമം കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നമ്മൾ മൊഡ്യൂൾസ് ഡിഫൈൻ ചെയ്യേണ്ടത്. വേറെ 5 ലെവൽസ് ഓഫ് കപ്ലിംഗ്, 5 രീതിയിലുള്ള കപ്ലിംഗ് ആണുള്ളത്. ഒന്ന് കണ്ടൻറ് കപ്ലിംഗ് ആണ്. When a module can directly access or modify or refer the content of another module. ഒരു മൊഡ്യൂളിന് മറ്റൊരു മൊഡ്യൂളിലുള്ള
മറ്റൊരു മൊഡ്യൂളിനെ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ റെഫർ ചെയ്യാനൊക്കെ പറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കണ്ടന്റ് ലെവൽ കപ്ലിംഗ് എന്ന് പറയുക. അതായത് ഒരിക്കലും ഒരു മൊഡ്യൂൾ മറ്റൊരു മൊഡ്യൂളിനെ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാനോ റെഫർ ചെയ്യാനോ പാടില്ല. കാരണം ഓരോന്നും ഡിസ്ക്രീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. സോ എന്ത് ചെയ്യണം, ഈ കപ്ലിംഗ് നമ്മൾ മാക്സിമം ലോവർ ആക്കിയാലേ ബെസ്റ്റ് പ്രോഗ്രാമിംഗ് ആയി മാറുള്ളൂ. പിന്നെ വരുന്നത് കോമൺ കപ്ലിംഗ് ആണ്. when multiple modules are have read and write access to some global data. ഒന്നിൽ കൂടുതൽ മൊഡ്യൂൾസുകൾ എന്ത് ചെയ്യാണ്, ചില ഗ്ലോബൽ ഡാറ്റ ആക്സസ് ചെയ്യാനും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോമൺ കപ്ലിംഗ് എന്ന് പറയുക. ഇറ്റ് ഇസ് കോൾഡ് കോമൺ ഓർ ഗ്ലോബൽ കപ്ലിംഗ്, രണ്ട് പേരിലും പറയാം. പക്ഷേ ഇറ്റ്സ് നോട്ട് എ ഗുഡ് മെത്തേഡ്. ഒരിക്കലും അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കേണ്ട മൊഡ്യൂൾസുകൾ സെയിം ഡാറ്റയിൽ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നല്ല പെർഫോമൻസ് ആവില്ല ഉണ്ടാവുക. പിന്നെ കൺട്രോൾ കപ്ലിംഗ് ആണ്. 2 modules ആർ കോൾഡ് കൺട്രോൾ കപ്പിൾ ഇഫ് വൺ ഓഫ് ദം ഡിസൈഡ് ദ ഫംഗ്ഷൻ ഓഫ് ദി അതർ മൊഡ്യൂൾ ഇറ്റ് ചേഞ്ച് ഇറ്റ്സ് ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ. കൺട്രോൾ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മൊഡ്യൂളിന് മറ്റേ മൊഡ്യൂൾ എന്ത് ചെയ്യണം, എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് കൺട്രോൾ കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ. അത് അതിൻ്റെ ഫ്ലോ ഓഫ് എക്സിക്യൂഷന് വരെ ചേഞ്ച് വരുത്താനുള്ള സാധ്യത ഉണ്ട്. സോ ഇറ്റ്സ് നോട്ട് ഗുഡ്. പിന്നെ കാരണം നമ്മൾ മോഡറൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെതിരാണ് ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും. പിന്നെ സ്റ്റാമ്പ് കപ്ലിംഗ് ആണ്. വെൻ മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് ഷെയർ കോമൺ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് വർക്ക് ഓൺ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ഇറ്റ്. സ്റ്റാമ്പ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മൊഡ്യൂൾസ് എന്ത് ചെയ്യാണ്, സെയിം ഡാറ്റ സ്ട്രക്ചർ, കോമൺ ആയിട്ടുള്ള സെയിം ഡാറ്റ സ്ട്രക്ചർ, കോമൺ ഡാറ്റ സ്ട്രക്ചർ ഷെയർ ചെയ്യുകയും അതിനനുസരിച്ച് അതിൻ്റെ പല പാർട്ടുകളും എന്ത് ചെയ്യുക അവർ യൂസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതായത് സെയിം ഡാറ്റ സ്ട്രക്ചേഴ്സ് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്നിടത്താണ് സ്റ്റാമ്പ് കപ്ലിംഗ് ഉണ്ടാവുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നത് ഡാറ്റ കപ്ലിംഗ് ആണ്. ഡാറ്റ കപ്ലിംഗ് ഈസ് വെൻ 2 modules ഇൻറ്ററാക്ട് വിത്ത് ഈച്ച് അതർ ബൈ മീൻസ് ഓഫ് പാസിംഗ് ഡാറ്റ ഓർ പാരാമീറ്റേഴ്സ്. അതായത് 2 modules തമ്മിൽ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുമ്പോഴാണ് ഡാറ്റ കപ്ലിംഗ് ഉണ്ടാവുക. ഇഫ് എ മൊഡ്യൂൾ പാസസ് ഡാറ്റ സ്ട്രക്ചർ ആസ് പാരാമീറ്റർ, ഡാറ്റ സ്ട്രക്ചർ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ദ റിസീവിംഗ് മൊഡ്യൂൾ ഷുഡ് യൂസ് ഓൾ ഇറ്റ്സ് കമ്പോണൻസ്. ഒരാൾ പാരാമീറ്റർ ആയിട്ട് ഒരു ഡാറ്റ സ്ട്രക്ചർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ മൊഡ്യൂൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, അതൊക്കെ കമ്പോണൻസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ കമ്പോണൻസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഇത്രയാണ് കപ്ലിങ്ങിനെ കുറിച്ച്. 5 രീതിയിലുള്ള കപ്ലിംഗ് നമ്മൾ പഠിച്ചു, 7 രീതിയിലുള്ള കോഹീഷനും പഠിച്ചു. സോ ഐഡിയലി നോ കപ്ലിംഗ് ഈസ് കൺസിഡർഡ് ടു ദ ബെസ്റ്റ്. ഒരിക്കലും നമുക്ക് കപ്ലിംഗ് ഏതും ബെസ്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഡെഫിനിഷനെതിരാണ് അത്. മോഡറൈസേഷൻ എന്ന് പറയുന്ന ഡെഫിനിഷനെതിരാണ് കപ്ലിംഗ്. സോ ഇറ്റ്സ് നോട്ട് ബെസ്റ്റ്. പക്ഷേ കൊഹീഷൻ എത്രത്തോളം നന്നാവുന്നോ അത്രത്തോളം നമ്മുടെ പ്രോഗ്രാമിംഗ് ഡിസൈനും നന്നാവും. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും നോട്ട്സൊക്കെ എഴുതിയെടുത്തോളൂ കേട്ടോ.